ഹലോ, ഇന്ന് രാവിലെ ഇവിടെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പം ഞാനോർത്തു ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്താലോ എന്ന്. അതിനായി 1 കപ്പ് സാമ്പാർ പരിപ്പ് കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ കഷ്ണങ്ങളൊന്നും ഇടാറില്ല. പരിപ്പ് വെന്തതിന് ശേഷമാണ് കഷ്ണങ്ങൾ ചേർക്കാറ്. ചേമ്പ്, വെള്ളരിക്ക, തക്കാളി, വെണ്ടയ്ക്ക, മുരിങ്ങക്കായ, ക്യാരറ്റ്, സവോള എന്നിവയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും കുറച്ച് മുളക് പൊടിയും ഉപ്പും പുളിവെള്ളവും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കട്ടക്കായമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് കട്ടക്കായം കാണുമ്പോൾ അലുവയാണെന്നാണ് കേട്ടോ. ഇതൊരൊറ്റ വിസിൽ മതി കഷ്ണങ്ങൾ ഉടഞ്ഞു കിട്ടാതിരിക്കാൻ. കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിരിക്കുമ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുകും നന്നായി പൊട്ടിക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും നന്നായി മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടിയാണ് ഞാൻ ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി ചേർത്തിരിക്കുന്നുണ്ട്, 1 സ്പൂൺ കിട്ടുന്നുള്ളൂ. അത് നന്നായി മൂത്ത് വരുമ്പോൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. സാമ്പാർ നന്നായി തിളച്ച് എണ്ണ